ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. മോഹൻ ബഗാൻ മാനേജ്മെൻറ്റും അവരുടെ ആരാധകരും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല ബന്ധമല്ല ഉള്ളത്. അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. അതായത് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് 2-ൽ നിന്നും മോഹൻ ബഗാൻ പിന്മാറിയിരുന്നു. ഇത് ആരാധകർക്കിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമായി എന്നുള്ളത് മാത്രമല്ല, വലിയ പ്രതിഷേധങ്ങൾ അവർ സംഘടിപ്പിക്കുകയും ചെയ്തു. സ്റ്റേഡിയങ്ങളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഭീരുക്കളായ മാനേജ്മെൻറ്റ് എന്നായിരുന്നു അവർ ബാനർ ഉയർത്തിയിരുന്നത്. ഏതായാലും വലിയ ഒരു പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി കൊണ്ട് മോഹൻ ബഗാന്റെ ആരാധക കൂട്ടായ്മകൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു ഓപ്പൺ ലെറ്റർ പ്രസിദ്ധീകരിച്ചിരുന്നു. മോഹൻ ബഗാൻ ക്ലബ്ബ് മാനേജ്മെന്റിനോട് ഒരുപാട് ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്. ആ ഓപ്പൺ ലെറ്ററിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ക്ലബിന്റെ മീഡിയ മാനേജറായ രത്തൻ ചക്രവർത്തിയെ ക്ലബിന്റെ എല്ലാ പദവികളിൽ നിന്നും ഒഴിവാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. അതായത് ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെ മോഹൻ ബഗാന്റെ ഒഫീഷ്യൽ ഗ്രൂപ്പുകളിൽ ഇദ്ദേഹം ആഡ് ചെയ്തിരുന്നു. അത് വലിയ വിവാദമായിട്ടുണ്ട്. തുടർന്ന് വലിയ ഒരു പ്രതിഷേധങ്ങളാണ് ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ മോഹൻ ബഗാന്റെ ആരാധകർ ഉയർത്തിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ആവശ്യം, അത് ക്ലബിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ വിനയ് ചോപ്ര ചില ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ACL 2 മത്സരങ്ങൾ ഉപേക്ഷിച്ചത് എന്തിനാണ് എന്ന കാര്യത്തിൽ നല്ല ഒരു വ്യക്തത ഞങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നാണ് മോഹൻ ബഗാൻ ആരാധകർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു ആവശ്യം, സ്റ്റേഡിയത്തിൽ ആരാധകർക്ക് നൽകുന്ന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം, വനിതാ ടീമിനെയും അക്കാദമികളെയും സജീവമാക്കണം എന്നായിരുന്നു. ഏതായാലും ഇതേ തുടർന്ന് മോഹൻ ബഗാൻ ആരാധകരും അതുപോലെ തന്നെ ക്ലബിന്റെ മാനേജ്മെന്റും തമ്മിൽ ചില കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ ചില ഉറപ്പുകളൊക്കെ മോഹൻ ബഗാൻ നൽകിയിട്ടുണ്ട്. അവരുടെ റീപ്ലൈ ഇങ്ങനെയാണ്: മോഹൻ ബഗാൻ ഫാൻസ് ക്ലബ്ബ് വാട്സപ്പ് ഗ്രൂപ്പ് ഡീആക്ടിവേറ്റ് ചെയ്യുകയാണ്. അതായത് വാട്സപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ISL അനൗൺസ്മെന്റ് വന്നതിന് ശേഷം ഫാൻസ് ക്ലബ്ബുകളുടെ പുതിയ രജിസ്ട്രേഷൻ നടക്കും. എല്ലാ പ്രക്രിയകളും ക്ലബ്ബ് ആദ്യം തൊട്ടേ തുടങ്ങും. അതായത് മോഹൻ ബഗാന്റെ ഫാൻസ് ക്ലബ്ബുകളിൽ ഈസ്റ്റ് ബംഗാൾ ആരാധകർ നുഴഞ്ഞു കയറി എന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി കൊണ്ട് വലിയ അഴിച്ചുപണി നടത്തും എന്ന ഒരു ഉറപ്പാണ് നൽകിയിട്ടുള്ളത്. ഫാൻസ് ക്ലബ്ബുകളുമായി ഒരു ഓപ്പൺ മീറ്റിംഗ് ക്ലബ്ബ് മാനേജ്മെന്റ് നടത്തും. IFA മത്സരങ്ങളുടെയോ സൂപ്പർ കപ്പ് മത്സരങ്ങളുടെയോ ടിക്കറ്റിന്റെ കാര്യത്തിൽ ക്ലബിന് യാതൊരുവിധ കൺട്രോളും ഇല്ല. ആരാധകർക്കിടയിലും മാനേജ്മെന്റിനിടയിലും വലിയ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായും സംസാരിച്ചുകൊണ്ട് പരിഹരിക്കപ്പെടും. ഇതൊക്കെയാണ് മോഹൻ ബഗാൻ മാനേജ്മെന്റ് അവരുടെ ആരാധകർക്ക് നൽകിയിട്ടുള്ള മറുപടി. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും, ക്ലബിന്റെ ആരാധകരും മാനേജ്മെന്റും തമ്മിൽ നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുമെന്ന ഒരു മറുപടി നൽകിയിട്ടുണ്ട്. ഏതായാലും പ്രതിഷേധങ്ങൾക്കൊടുവിൽ മോഹൻ ബഗാൻ ആരാധകരുടെ മുന്നിൽ മാനേജ്മെന്റിന് മുട്ടുകുത്തേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ISL അനൗൺസ്മെന്റ് വന്നതിന് ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കും എന്നാണ് ക്ലബ്ബ് മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.